ഇവിടെ ഇതിന് വെള്ളൊക്കെ ആൾക്കാർ താമസിച്ചിരുന്നതാണ്, വീടുണ്ടായിരുന്നതാണ്, കുട്ടികളായിട്ട് താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ മേപ്പാടി എത്തും. നടന്നു പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 8-9 വർഷമായിട്ട് ഇപ്പം പുറത്തേക്ക് കൂടെ ഉള്ള ഇതില്ല, നമുക്ക് അനുമതിയില്ല. ഗൈസ്, ഫാമിലി ആയിട്ടൊന്ന് റിസോർട്ടിൽ പോയതാണ്. ഈ മഴക്കാലത്ത് പോകാൻ പറ്റിയ ഏറ്റവും അടിപൊളി റിസോർട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെന്താന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും. ആനക്കാമ്പോയിലിന്റെ ഏറ്റവും ടോപ്പിൽ സീ ലെവൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 3500-4000 അടി മാത്തിലേക്കും, അതുപോലെ നീലമലയുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയോടാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണ് മക്കളെ. ഇങ്ങോട്ട് നോക്കടാ, കോട എറിഞ്ഞ് വന്ന് നിൽക്കണം. ഇതെന്താരോ നമ്മൾ ആനക്കാമ്പോയിലിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് കേട്ടോ. ഫുള്ള് ചുറ്റിനും കോട, അതുപോലെ ചുറ്റിനും എന്താണ് വ്യൂ പോയിന്റ് ആണ്, അതുപോലെ ഒരു വെള്ളച്ചാട്ടം. ഇതിൻ്റെ മോനെ രക്ഷയില്ല. വന്നു കഴിഞ്ഞാൽ ഈ ഒരു മഴക്കാലത്ത് പ്രോപ്പർട്ടി നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി. രാവിലെ നീച്ചിട്ട് ഒരു ഗ്ലാസ് ചായയും അതുപോലെ ഈ ഒരു വ്യൂ പോയിന്റ് ഈ ബാൽക്കണിയിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഫീല് കിട്ടാണ്ട് അത് ഒന്നൊന്നൊരു ഫീലാ മോനെ. താഴെ 2 റൂമും മേലൊരു റൂമും, പോരാത്തതിന് എല്ലാ റൂമിലും ബാൽക്കണിയും, പിന്നെ ഡൈനിങ് ഹാള്, സോഫ, കിച്ചണ്, TV, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പ്രീമിയം കിടിലം പ്രോപ്പർട്ടിയാണ്. ഇത് നാച്ചുറൽ പൂൾ വില്ലാണ്. ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളം ഡയറക്റ്റ് ഈ പൂളിലേക്ക് എത്തിച്ചിട്ടാട്ടോ ഇവിടെ ഒരു പൂൾ വരെ സെറ്റ് ആക്കിയിട്ടുള്ളത്. നൈറ്റ് വ്യൂ ആണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇതാ ലൈസറും അതുപോലെ സ്പീക്കറും ഈ ഓപ്പൺ കിച്ചണൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഫുഡൊക്കെ ചിക്കനൊക്കെ മാഗ്നേറ്റ് കൊണ്ടുവന്നാൽ നമുക്ക് ഗ്രില്ല് ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മക്കൾക്കൊക്കെ കളിക്കാനുള്ള ഒരു പാർക്ക് പോലത്തെ ചെറിയൊരു സെറ്റപ്പ് അതും ഉണ്ട്. രാത്രിത്താണോ രാവിലത്താണോ ആംബിയൻസ് ഇഷ്ടമായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കമന്റിൽ വരും. 15 പേർക്ക് ഏകദേശം 15000 ഉറുപ്പ്യാണ് ഇവിടെ റേറ്റ് വരുന്നത്. പ്രോപ്പർട്ടി മൊത്തമായിട്ടാണ് കൊടുക്കണത്. നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം, ഒന്ന് വിളിച്ചു നോക്കി.